കേരളത്തിന്റെ അതിർത്തിയായ കളിയിക്കാവിള പിന്നിട്ട് പഴയ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ഹൃദയത്തിലൂടെ ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും നീളമേറിയ സ്റ്റീൽ പാലം കടന്ന് ചരിത്രപ്രസിദ്ധമായ തക്കലയിലേക്കെത്തുന്നൊരു യാത്ര. നമസ്കാരം സുഹൃത്തുക്കളെ, മലബാർ മെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കേരളത്തിന്റെ അതിർത്തിയായ കളിയിക്കാവിളയിലെ പഴയ RTO ചെക്ക് പോസ്റ്റ് പിന്നിട്ട് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ മഹീന്ദ്ര ക്രൂസിയോ മിനി ബസ്സിലാണ് ഇന്നത്തെ ഈ ഡ്രൈവ്. ആകാശത്ത് നല്ലതുപോലെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി നിൽക്കുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു മഴ പെയ്യാവുന്ന പരുവത്തിലാണ് ഇവിടത്തെ അന്തരീക്ഷം. കളിയിക്കാവിള എന്ന ഈ അതിർത്തി പ്രദേശം എപ്പോഴും സജീവമാണ്. കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കവാടങ്ങളിലൊന്നാണിത്. ഒരു കാലത്ത് വലിയ പരിശോധനകളും കാളവണ്ടികളുടെ നീണ്ട നിരകളും കണ്ടിരുന്ന ഈ പഴയ ചെക്ക് പോസ്റ്റ് പടിയാണ് ഇന്ന് നമ്മൾ ഈ മിനി ബസ്സിൽ വളരെ സുഖകരമായി പിന്നിട്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇതൊരു വെറുമൊരു സംസ്ഥാന അതിർത്തി മാത്രമായിരുന്നില്ല, മറിച്ച് പഴയ തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഹൃദയഭാഗമായിരുന്നു ഈ പ്രദേശം. 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതുവരെ നമ്മളിപ്പോൾ ഈ വണ്ടിയോടിച്ചു പോകുന്ന വഴികളെല്ലാം തന്നെ കേരളത്തിന്റെ ഭാഗമായിരുന്നു. അന്ന് കന്യാകുമാരി ജില്ല തിരുവിതാംകൂറിന്റെ തെക്കൻ താലൂക്കുകളുടെ ഭാഗമായിരുന്നു. മാതൃഭാഷയുടെ അടിസ്ഥാനത്തിൽ അതിർത്തികൾ തിരിഞ്ഞപ്പോൾ ഈ പ്രദേശം തമിഴ്നാടിന്റെ ഭാഗമായി മാറി. ചരിത്രത്തിന്റെ താളുകളിൽ വലിയ മാറ്റങ്ങൾ കുറിച്ചൊരു കാലഘട്ടമായിരുന്നു അത്. ഭൂപടത്തിൽ അതിരുകൾ മാറിയെങ്കിലും ഈ മണ്ണിലെ മനുഷ്യരുടെ ഹൃദയത്തിൽ ഇന്നും ആ പഴയ തിരുവിതാംകൂറിന്റെ ഓർമ്മകൾ മായാതെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടത്തെ ആളുകളുടെ ജീവിത രീതിയിലേക്ക് നോക്കുമ്പോൾ ഇരു സംസ്ഥാനങ്ങളുടെയും സംസ്കാരങ്ങൾ കലർന്നൊരു മനോഹരമായ കാഴ്ച ഇവിടെ കാണുന്നത്. ഇവിടത്തെ കെട്ടിടങ്ങളുടെ നിർമ്മാണ രീതിയിലായാലും തന്മയാർന്ന ഭക്ഷണശീലങ്ങളിലായാലും ആളുകൾ സംസാരിക്കുന്ന ഭാഷയിലായാലും മലയാളവും തമിഴും അത്ര മനോഹരമായി ഇവിടെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഇവിടുത്തെ തദ്ദേശീയരായ ആളുകൾ സംസാരിക്കുന്ന തമിഴിൽ ഒരു പ്രത്യേക മലയാളം ചുവയുണ്ട്. അതുപോലെ തന്നെ അവർ സംസാരിക്കുന്ന മലയാളത്തിൽ മനോഹരമായ തമിഴ് വാക്കുകളും കലർന്നിരിക്കുന്നു. വഴിയിലുടനീളം കാണുന്ന ബോർഡുകളിലേക്ക് നോക്കിയാൽ പോലും നമുക്കിത് മനസ്സിലാകും. തമിഴും മലയാളവും ഇംഗ്ലീഷും ഒരുപോലെ ഇവിടെ പ്രാധാന്യത്തോടെ നിലകൊള്ളുന്നു. പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം ഉൾക്കൊള്ളുന്ന രണ്ട് സംസ്കാരങ്ങളുടെ വലിയൊരു സംഗമ ഭൂമിയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പാത. ഈ ദേശീയപാത 66 നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ വഴിയോരങ്ങളിൽ പച്ചപ്പ് നിറഞ്ഞ തെങ്ങിൻ തോപ്പുകളും പഴയകാല തനിമയുള്ള വീടുകളും കാണാം. കളിയിക്കാവിളയിൽ നിന്ന് മാർത്താണ്ഡം വരെയുള്ള ഈ ഏതാനും കിലോമീറ്ററുകൾ ശരിക്കും ചരിത്രത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി തെക്കൻ ദേശങ്ങളിൽ നിന്നും ആളുകൾ കാൽനടയായി വണ്ടികളിലും യാത്ര ചെയ്തിരുന്ന അതേ രാജവീതിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ തമിഴ്നാട് ഹൈവേ. നമ്മളിപ്പോൾ പതുക്കെ പതുക്കെ ചരിത്രപ്രസിദ്ധമായ മാർത്താണ്ഡം നഗരത്തിന്റെ അതിർത്തിയിലേക്ക് എത്തിച്ചേരുകയാണ്. മുന്നിലായി ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റീൽ ഫ്ലൈ ഓവറുകളിൽ ഒന്നായ മാർത്താണ്ഡം പാലത്തിന്റെ ദൃശ്യങ്ങൾ തെളിഞ്ഞു തുടങ്ങുന്നുണ്ട്. നേരെ ആ പാലത്തിലേക്ക് കയറുന്നതിന് മുൻപുള്ള ഈ ദൃശ്യങ്ങൾ ആസ്വദിക്കൂ. നമ്മളിപ്പോൾ മാർത്താണ്ഡത്തെ ആ വലിയ ഫ്ലൈ ഓവറിലേക്ക് കയറുകയാണ്. താഴെയുള്ള ടൗണിലെ കാഴ്ചകളെ സാക്ഷി നിർത്തി ഈ ഫ്ലൈ ഓവറിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഏകദേശം 2.5 കിലോമീറ്ററോളം നീളമുള്ള ദക്ഷിണ ഭാരതത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ വലിയൊരു സ്റ്റീൽ ഫ്ലൈ ഓവറിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ലക്ഷക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കുകൾക്ക് വലിയൊരു പരിഹാരമായിട്ടാണ് കോൺക്രീറ്റ് തൂണുകളിൽ ഇരുമ്പുപാളികൾ പാകി ഈ ആധുനിക നിർമ്മിതി പൂർത്തിയാക്കിയത്. ഈ ആധുനിക ഫ്ലൈ ഓവർ വരുന്നതിന് എത്രയോ കാലം മുൻപ് തന്നെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരിടമായിരുന്നു ഈ മാർത്താണ്ഡം നഗരം.
തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഏറ്റവും ശക്തനായ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ധീരമായ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണാണിത്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഭരണപരിഷ്കാരങ്ങളുടെ ഓർമ്മയ്ക്കായാണ് ഈ നഗരത്തിന് മാർത്താണ്ഡം എന്നു പേരിട്ടത്. ചരിത്രത്തിലേക്ക് അല്പം പിന്നോട്ട് നോക്കിയാൽ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തൊട്ടടുത്താണ് ചരിത്രപ്രസിദ്ധമായ കുളച്ചൽ തീരം സ്ഥിതി ചെയ്യുന്നത്. 1741 നടന്ന പ്രശസ്തമായ കുളച്ചൽ യുദ്ധത്തിൽ ലോകശക്തിയായിരുന്ന ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയ ധീരനായ ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. ഒരു യൂറോപ്യൻ സാമ്രാജ്യത്വ ശക്തിയെ കടൽ യുദ്ധത്തിൽ തറപറ്റിച്ച ഏഷ്യയിലെ തന്നെ ഏക നാട്ടുരാജ്യമായിരുന്നു അന്ന് തിരുവിതാംകൂർ. ഈ യുദ്ധത്തോടെ ഡച്ചുകാരുടെ ഭാരതത്തിലെ അധിനിവേശ മോഹങ്ങൾ എന്നേക്കുമായി അവസാനിച്ചു. യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട ഡച്ച് കമാൻഡർ ക്യാപ്റ്റൻ ഡീലനോയിയെ രാജാവ് തന്റെ സൈന്യത്തിന്റെ തലവനായി നിയമിച്ചു എന്നതും മറ്റൊരു ചരിത്ര വസ്തുതയാണ്. ആ ഡീലനോയിയാണ് പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ രീതിയിൽ ആധുനികവൽക്കരിച്ചതും ഉദയഗിരി കോട്ട ഉൾപ്പെടെയുള്ള പ്രതിരോധ നിരകൾ പണിതുയർത്തിയതും. കുളച്ചൽ യുദ്ധവിജയത്തിനു ശേഷം മാർത്താണ്ഡവർമ്മ രാജാവ് നെയ്ത ഒട്ടനവധി വാണിജ്യ തന്ത്രങ്ങളുടെ കേന്ദ്രം കൂടിയായിരുന്നു ഈ പ്രദേശം. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും അതിർത്തി പങ്കിടുന്ന ഈ മേഖലയിൽ കൃഷിയും വ്യാപാരവും മെച്ചപ്പെടുത്താൻ അദ്ദേഹം വലിയ ചന്തകൾ സ്ഥാപിച്ചു. അന്ന് ആ ധീരനായ രാജാവ് പടുത്തുയർത്തിയ തന്ത്രപ്രധാനമായ പഴയ വാണിജ്യ കേന്ദ്രമാണ് തലമുറകൾ കൈമാറി ഇന്ന് നമ്മൾ ഈ ഫ്ലൈ ഓവറിന് താഴെ കാണുന്ന വലിയ മാർത്താണ്ഡം നഗരമായി മാറിയിരിക്കുന്നത്. പഴയകാലത്തെ ആ പ്രതാപവും കച്ചവട തിരക്കുകളും ഇന്നും ഈ നഗരത്തിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. കാലങ്ങൾക്കിപ്പുറവും കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായി മാർത്താണ്ഡം നിലകൊള്ളുന്നത് ആ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടാണ്. മാർത്താണ്ഡം ഭാരതത്തിലെ തന്നെ ആധുനിക തേനീച്ച വളർത്തലിന്റെ ഈറ്റില്ലം അഥവാ ഫാദർ ഓഫ് മോഡേൺ ബീ കീപ്പിംഗ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഏകദേശം ഒരു നൂറ്റാണ്ട് മുൻപ്, അതായത് 1924-ൽ YMCA മിഷണറിയായി ഇവിടെയെത്തിയ ഡോക്ടർ സ്പെൻസർ ഹാച്ച് എന്ന വിദേശിയാണ് ഈ വിപ്ലവത്തിന് തുടക്കമിട്ടത്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ദാരിദ്ര്യം മാറ്റാനും അവർക്കൊരു സ്വയം തൊഴിൽ നൽകാനുമായി അദ്ദേഹം ശാസ്ത്രീയമായ തേനീച്ച വളർത്തൽ രീതികൾ നാട്ടുകാരെ പഠിപ്പിച്ചു കൊടുത്തു. ഇന്ന് നമ്മൾ കാണുന്ന മാർത്താണ്ഡം തേൻ ലോക പ്രശസ്തമാണ്. നമ്മൾ മാർത്താണ്ഡം പാലം ഇറങ്ങി വീണ്ടും NH-66 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഈ ദേശീയപാത 66 വെറുമൊരു റോഡല്ല, ചരിത്രമുറങ്ങുന്ന പഴയ കാലത്തെ രാജവീഥിയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ വീതിയേറിയ 4 വരി പാതയും ഇരുവശങ്ങളിലുമുള്ള ആധുനിക കെട്ടിടങ്ങളും കാണുമ്പോൾ ഒരുപക്ഷെ ഇതിന്റെ ഭൂതകാലം നമുക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. എന്നാൽ പണ്ട് തിരുവനന്തപുരത്തെ തലസ്ഥാനത്ത് നിന്നും തെക്കൻ തീരപ്രദേശങ്ങളിലേക്ക് സുഗന്ധ വ്യഞ്ജനങ്ങളും വിലപിടിപ്പുള്ള തടികളും വസ്ത്രങ്ങളുമെല്ലാം കൊണ്ടുപോകാൻ രാജകീയ സൈന്യങ്ങളും കച്ചവടക്കാരും ഉപയോഗിച്ചിരുന്ന കാട്ടുപാതകളെയും വണ്ടിപാതകളെയും പിന്തുടർന്നാണ് ഈ റോഡ് പിന്നീട് നിർമ്മിക്കപ്പെട്ടത്. അന്ന് കാളവണ്ടികളും കുതിരപ്പടയാളികളും മാത്രം സഞ്ചരിച്ചിരുന്ന പഴയ മൺപാതയായിരുന്നു ഇത്. ദൂരദേശങ്ങളിൽ നിന്നും ചരക്കുകളുമായി വരുന്ന കച്ചവടക്കാർക്കും വഴിയാത്രക്കാർക്കും വിശ്രമിക്കാനായി ഈ പാതയോരങ്ങളിലും പണ്ട് ഒട്ടനവധി വഴിമ്പലങ്ങളും ചുമടുതാങ്ങികളും ഉണ്ടായിരുന്നു. ദാഹമകറ്റാൻ തണ്ണീർ പന്തലുകളും കുതിരകൾക്ക് വെള്ളം നൽകാൻ കൽത്തൊട്ടികളും ഒരുക്കിയിരുന്ന ആ പഴയ കാലം. ആളുകൾ മാസങ്ങളോളം കാൽനടയായി യാത്ര ചെയ്തിരുന്ന ആ പഴയ മൺപാതയാണ് ഇന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന ഒട്ടനവധി വലിയ വാഹനങ്ങൾ പാഞ്ഞു പോകുന്ന ഈ വലിയ ദേശീയപാതയായി രൂപം മാറിയിരിക്കുന്നത്. ഈ റൂട്ടിന്റെ ചരിത്ര പ്രാധാന്യത്തിന് മാറ്റുകൂട്ടുന്നത് പണ്ടത്തെ തിരുവിതാംകൂറിന്റെ വാണിജ്യ സമ്പത്ത് തന്നെയാണ്. ഏലം, കുരുമുളക്, ഇഞ്ചി തുടങ്ങിയ വിലപിടിപ്പുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ കന്യാകുമാരിയുടെ തെക്കൻ തുറമുഖങ്ങളായ കുളച്ചലിലേക്കും തേങ്ങാപട്ടണത്തിലേക്കും എത്തിച്ചിരുന്നത് ഈ പാതയിലൂടെയായിരുന്നു. രാജകീയ മുദ്ര പതിച്ച ചരക്കുകളുമായി പോകുന്ന കാളവണ്ടികളുടെ നിരകൾ, അതിന് കാവലായി നീങ്ങുന്ന തിരുവിതാംകൂർ നായർ പടയാളികളുടെ കുതിര കുളമ്പടികൾ, ഇതെല്ലാം ഈ മണ്ണിൽ ഒരു കാലത്ത് മാറ്റൊലി കൊണ്ടിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള പഴയ കച്ചവട പാതയുടെ ഗാംഭീര്യം ഇന്നും ഈ ആധുനിക പാതയിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കാലങ്ങൾ കഴിഞ്ഞിട്ടും ഈ റൂട്ടിന്റെ വാണിജ്യപരമായ പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് ഇവിടത്തെ കാഴ്ചകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പണ്ടത്തെ ആ പഴയ ചന്തകളും കവലകളും തന്നെയാണ് ഇന്ന് വലിയ ബിസിനസ് കേന്ദ്രങ്ങളായും ടൗണുകളായും വികസിച്ചിരിക്കുന്നത്.
ഇന്ന് സാങ്കേതിക വിദ്യ മാറി, റോഡുകളുടെ ഘടന മാറി, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മാറി. എങ്കിലും ഈ വഴിയുടെ ഇരുവശവുമുള്ള മനുഷ്യരുടെ മനസ്സിലെ ആതിഥ്യ മര്യാദയ്ക്കും സ്നേഹത്തിനും മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല. ഭൂതകാലത്തിന്റെ ചരിത്രശേഷിപ്പുകളെ നെഞ്ചിലേറ്റിക്കൊണ്ട് വർത്തമാനകാലത്തിന്റെ വികസനത്തിലൂടെ നമ്മുടെ ഈ മഹീന്ദ്ര ക്രൂസിയോ ബസ് ഇപ്പോൾ തക്കല ലക്ഷ്യമാക്കി മുന്നേറുകയാണ്. വഴിയിലെ ഈ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കൂ. ഇരുവശവും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളുമായി ചിറയൻകുഴിയുടെ അതിരുകൾ മാഞ്ഞു തുടങ്ങുകയാണ്. ഈ NH-66 വണ്ടി ഓടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം. പണ്ടത്തെ ആ പഴയ ഇടുങ്ങിയ വണ്ടിപ്പാത ഇന്ന് വലിയ 4 വരി പാതയായി മാറിയെങ്കിലും വഴിയോരങ്ങളിലെ ആ പഴയ നാട്ടുംപുറത്തിന്റെ ഭംഗി ഇപ്പോഴും പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തിരുവിതാംകൂർ സൈന്യത്തിന്റെ കുതിരക്കുളമ്പടികൾ കേട്ട ഇതേ മണ്ണിലൂടെയാണ് ഇന്ന് നൂതന സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ നമ്മുടെ ഈ ബസ് കുതിച്ചു പായുന്നത്. മുന്നോട്ട് പോകുന്തോറും വഴിയുടെ ഭാവം മാറുകയാണ്. റോഡിനിരുവശവും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളുമായി ഈരവിപുത്തൂർ കടയുടെ അതിരുകൾ മാഞ്ഞു തുടങ്ങുകയാണ്. ഈ ട്രിവാൻഡ്രം നാഗർകോവിൽ ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം. പണ്ടത്തെ ആ പഴയ ഇടുങ്ങിയ വണ്ടിപ്പാത ഇന്ന് വലിയ 4 വരി പാതയായി മാറിയെങ്കിലും വഴിയോരങ്ങളിലെ ആ പഴയ നാട്ടുംപുറത്തിന്റെ ഭംഗി ഇപ്പോഴും പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോൾ കടന്നുപോകുന്ന ഈ സ്വാമിയാർ മഠം എന്ന പേരിന് പിന്നിൽ പോലും പഴയ രാജഭരണ കാലത്തിന്റെ കഥകളുണ്ട്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സഞ്ചരിച്ചിരുന്ന സ്വാമിമാർ വിശ്രമിച്ചിരുന്ന മഠങ്ങളും സത്രങ്ങളും നിലനിന്നിരുന്ന ഒരു പുണ്യഭൂമിയാണിത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തിരുവിതാംകൂർ സൈന്യത്തിന്റെ കുതിരക്കുളമ്പടികൾ കേട്ട ഇതേ മണ്ണിലൂടെയാണ് ഇന്ന് നൂതന സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ നമ്മുടെ ഈ ബസ് കുതിച്ചു പായുന്നത്. ചെറിയ എഫേർട്ടിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് വലിയൊരു ഉപകാരമായിരിക്കും. ഈ കാഴ്ചകളും കഥകളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
വഴിയുടെ ഭാവം മാറുകയാണ്. കാട്ടാത്തുറയും വെള്ളിമോട് പ്രദേശങ്ങളും പിന്നിടുമ്പോൾ ഹൈവേയുടെ വർത്തമാനകാല വികസനം നമുക്ക് കൃത്യമായി കാണാം. ഒരു കാലത്ത് കൊടുങ്കാടുകളും വന്യമൃഗങ്ങളും നിറഞ്ഞ പാതയായിരുന്നു ഇതെങ്കിൽ ഇന്ന് ദക്ഷിണ ഭാരതത്തെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടനാഴിയായി ഈ NH-66 മാറിയിരിക്കുന്നു. റോഡ് വീതി കൂട്ടലിന്റെ ഭാഗമായി പല പഴയ കെട്ടിടങ്ങൾക്കും മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഈ നാടിന്റെ ആത്മാവും ഇവിടത്തെ മനുഷ്യരുടെ ജീവിത രീതിയും ഇന്നും മാറാതെ നിൽക്കുന്നു. കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ് എന്റെ ഏറ്റവും വലിയ കരുത്ത്. ശാന്തതയിൽ നിന്നും റോഡ് വീണ്ടും സജീവമാകുന്നത് നമ്മൾ മുളകുമോട് എത്തുമ്പോഴാണ്. ഒരുപാട് പ്രശസ്തമായ പുരാതന വിദ്യാലയങ്ങളും പള്ളികളും നിറഞ്ഞ വലിയൊരു സാംസ്കാരിക പ്രൗഢിയുള്ള പ്രദേശം. പണ്ടത്തെ രാജാക്കന്മാർ വിദ്യാഭ്യാസത്തിനും നവോത്ഥാനത്തിനും മുൻഗണന നൽകിയതിന്റെ ജീവിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇവിടത്തെ ഓരോ കാഴ്ചകളും. തമിഴും മലയാളവും ഒരേപോലെ ഇഴചേർന്നു നിൽക്കുന്ന കന്യാകുമാരി ജില്ലയുടെ തനതായ സാംസ്കാരിക മുഖമാണ് ഈ വഴിയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഴകിയ മണ്ഡപത്തിന്റെ തിരക്കുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. പേരുപോലെ തന്നെ മനോഹരമായ ഒരു ചരിത്ര കവല. തിരുവട്ടാർ കൊട്ടാരത്തിലേക്കും മറ്റ് പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലേക്കും വഴികൾ പിരിയുന്ന ഈ ജംഗ്ഷൻ പണ്ട് കാലം തൊട്ടേ തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. പല ദേശങ്ങളിൽ നിന്നും ചരക്കുകളുമായി എത്തുന്ന കാളവണ്ടികൾ വിശ്രമിച്ചിരുന്ന ഈ മണ്ണിൽ ഇന്ന് ആധുനിക ബിസിനസ് സ്ഥാപനങ്ങളും വലിയ വാഹനങ്ങളുടെ തിരക്കുമാണ് വർത്തമാനകാല കാഴ്ച. അഴകിയ മണ്ഡപത്തിന്റെ തിരക്കുകൾ കഴിഞ്ഞ് റോഡ് വീണ്ടും ശാന്തമാകുന്നത് മുളകുമൂട് എത്തുമ്പോഴാണ്. ഒരുപാട് പ്രശസ്തമായ പുരാതന വിദ്യാലയങ്ങളും പള്ളികളും നിറഞ്ഞ ഒരു സാംസ്കാരിക പ്രൗഢിയുള്ള പ്രദേശം. റോഡിന്റെ വീതി കൂട്ടലിൽ പല പഴയ കെട്ടിടങ്ങൾക്കും മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഈ നാടിന്റെ ആത്മാവ് ഇന്നും മാറാതെ നിൽക്കുന്നു. പണ്ടത്തെ രാജാക്കന്മാർ വിദ്യാഭ്യാസത്തിനും സാംസ്കാരിക വളർച്ചയ്ക്കും മുൻഗണന നൽകിയതിന്റെ ജീവിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇവിടത്തെ ഓരോ കാഴ്ചകളും.
നമ്മളിപ്പോൾ തക്കല ടൗണിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുകയാണ്. തക്കല വെറും ഒരു സാധാരണ ഹൈവേ ടൗൺ അല്ല. പണ്ടത്തെ തിരുവിതാംകൂർ രാജ്യത്തിന്റെ പഴയ തലസ്ഥാനത്തിന്റെ പ്രധാന കോട്ടവാതിലായിരുന്നു ഈ തക്കല. ഇന്ന് നമ്മൾ കാണുന്ന ഈ തിരക്കേറിയ ടൗണിലൂടെ പണ്ട് രാജകീയ സൈന്യങ്ങളും വിദേശ പ്രതിനിധികളും നിരന്തരമായി സഞ്ചരിച്ചിരുന്നു. കാലങ്ങൾ ഒരുപാട് മാറിയിട്ടും ഈ നഗരത്തിന്റെ വായുവിൽ ആ പഴയ പ്രതാപത്തിന്റെ ഒരു ഓർമ്മ പുതുക്കൽ ഇപ്പോഴുമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വേണാട് രാജാക്കന്മാരുടെ കാലം മുതൽക്കേ തന്ത്രപ്രധാനമായ ഒരു സൈനിക താവളമായും ഭരണകേന്ദ്രമായും ഈ പ്രദേശം നിലകൊണ്ടിരുന്നു. ഈ മെയിൻ റോഡിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം മാറിയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തടിയിൽ തീർത്ത കൊട്ടാരമായ പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. കരിങ്കല്ലിൽ തീർത്ത വലിയ കോട്ടമതിലുകൾക്കുള്ളിൽ ചൈനീസ് നിർമ്മാണ ശൈലിയും കേരളീയ വാസ്തുവിദ്യയും ഒത്തുചേരുന്ന ഒരു വിസ്മയമാണത്. അതിമനോഹരമായ കൊത്തുപണികളുള്ള ഈ കൊട്ടാരമായിരുന്നു 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ധർമ്മരാജാവിന്റെ കാലത്ത് തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നതുവരെ തിരുവിതാംകൂർ ഭരണാധികാരികളുടെ ഔദ്യോഗിക വസതി. ഇവിടുത്തെ മന്ത്രശാലയും തറ മിനുക്കാൻ ഉപയോഗിച്ച പ്രത്യേക കൂട്ടുകളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ലോക്ക് ടവറുമെല്ലാം ഇന്നും കേടുപാടുകൾ കൂടാതെ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഈ വഴിയിലൂടെ പോകുമ്പോൾ ആ കൊട്ടാരത്തിന്റെ ഗാംഭീര്യം നമുക്ക് ചുറ്റും അനുഭവിക്കാൻ സാധിക്കും. ഈ നഗരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്ന മതസൗഹാർദ്ദവും പരസ്പര വിശ്വാസവുമാണ്. വ്യത്യസ്തമായ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും പുലർത്തുന്ന മനുഷ്യർ ഒരേ മനസ്സോടെ ജീവിക്കുന്ന കാഴ്ചയാണ് തക്കലയുടെ വർത്തമാനകാലം. നൂറ്റാണ്ടുകളായി ഈ വാണിജ്യ വീതിയുടെ അരികിൽ മതസൗഹാർദ്ദത്തിന്റെയും പഴയ കടൽത്തീര കച്ചവട ചരിത്രത്തിന്റെയും പ്രതീകമായി ഈ പള്ളി നിലകൊള്ളുന്നു. പണ്ട് കച്ചവടത്തിനായി അറബ് നാടുകളിൽ നിന്നും മറ്റു ദൂരദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിയ വ്യാപാരികൾക്ക് പള്ളി പണിയാനും അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനും തിരുവിതാംകൂർ രാജാക്കന്മാർ എല്ലാവിധ സൗകര്യങ്ങളും ഭൂമിയും നൽകിയിരുന്നു. വ്യത്യസ്ത സമുദായങ്ങളുടെ ആരാധനാലയങ്ങൾ തൊട്ടടുത്തായി നിലകൊള്ളുന്ന ഈ മണ്ണ് പരസ്പര ബഹുമാനത്തിന്റെയും ഒരുമയുടെയും വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. പല ദേശങ്ങളിൽ നിന്നും വന്നിരുന്ന കച്ചവടക്കാർ ഒത്തുചേരുകയും സാധനങ്ങൾ കൈമാറുകയും ചെയ്തിരുന്ന ഒരു ചരിത്ര സംഗമ ഭൂമിയാണിത്. കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളും തേടിയെത്തിയ വിദേശ കപ്പലുകൾക്ക് ആവശ്യമായ ചരക്കുകൾ ശേഖരിച്ചിരുന്നത് ഈ തക്കലയിലെ വലിയ ചന്തകളിൽ നിന്നായിരുന്നു. ആ പഴയ കച്ചവട പാരമ്പര്യത്തിന്റെ തുടർച്ച തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ വലിയ ബിസിനസ് സ്ഥാപനങ്ങളും കടകളും. കളിയിക്കാവള അതിർത്തിയിൽ നിന്നും തുടങ്ങിയ നമ്മുടെ ഈ മനോഹരമായ ഡ്രൈവ് ഈ ചരിത്ര പ്രസിദ്ധമായ APMA ജുമാ മസ്ജിദിന് മുന്നിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ തക്കല മുസ്ലിം പള്ളി അഥവാ APMA ജുമാ മസ്ജിദിന്റെ മുന്നിലാണ്. പഴയ രാജവീതിയുടെ ചരിത്രവും പുതിയ കാലത്തിന്റെ വികസനവും ഒരുപോലെ കണ്ടറിഞ്ഞ ഒരു അപൂർവ യാത്രയായിരുന്നു ഇത്. ഈ യാത്രയിൽ എന്നെ കൂടെ പങ്കുചേർന്നതിന് എല്ലാവർക്കും വലിയ നന്ദി. മറ്റൊരു മനോഹരമായ വഴിയും കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.